ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങളുടെ റിട്ടയർമെന്റ് ലൈഫിനെ തന്നെ നശിപ്പിച്ചേക്കാം. റിട്ടയർമെന്റ് ലൈഫിന് വേണ്ടി 25 ലക്ഷം രൂപ സ്വരൂപിച്ചു വെച്ചിരുന്ന ഒരാൾ 2 വർഷം കൊണ്ട് അത് കംപ്ലീറ്റ് തീർന്നു. ആകെ ദാരിദ്ര്യത്തിലേക്ക് പോവേണ്ടി വന്നു. എന്ത് മിസ്റ്റേക്കാണ് അദ്ദേഹം ചെയ്തതെന്ന് അറിയണ്ടേ? നമ്മൾ എല്ലാവരും തന്നെ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഇൻകം സൈഡ് മാത്രമാണ്. പല ആളുകളും ചെയ്യുന്നത് ഇൻകം സൈഡ് മാത്രം നോക്കിയിട്ടാണ്. പക്ഷെ മറുപുറത്ത് വലിയ ഒരു ത്രെട്ട് ഉണ്ടെന്ന് ആരും ഓർക്കാറില്ല. ഒരു മെഡിക്കൽ എമർജൻസി വന്നാൽ മതി, നമ്മൾ സ്വരൂപിച്ചു വെച്ചിരിക്കുന്ന എല്ലാ എമൗണ്ടും നമ്മുടെ ആസ്തികളും എല്ലാം അതേടെ തീർത്തുകൊണ്ടു പോകാനായിട്ട്. ശരിയല്ലേ? ജോർജ് എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് ലൈഫിന് വേണ്ടി 25 ലക്ഷം രൂപ സ്വരൂപിച്ചു വെച്ചിരുന്നു. നല്ല രീതിയിൽ റിട്ടയർമെന്റ് ലൈഫ് ആഘോഷിക്കാം, അല്ലെങ്കിൽ ആസ്വദിച്ച് ജീവിക്കാം എന്നൊക്കെ കരുതിയാണ് ചെയ്തത്. പക്ഷെ ഒരു 1-2 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ വൈഫിന് ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് ഡയഗ്നോസ് ചെയ്തു. നല്ല മികച്ച ഹോസ്പിറ്റലിൽ തന്നെ ട്രീറ്റ്മെന്റും എടുത്തു. 8 ലക്ഷം രൂപ അവിടെ ചെലവാക്കേണ്ടി വന്നു. അടുത്ത വർഷം വന്നപ്പോൾ ഹാർട്ടിന് ചെറിയ പ്രോബ്ലം, അവിടെ ഹാർട്ടിന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വന്നു. 3.5 ലക്ഷം രൂപ അവിടെയും പോയി. ഇങ്ങനെ പലപ്പോഴുമായിട്ട് പിന്നീടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളുമായിട്ട് അദ്ദേഹം സ്വരൂപിച്ചു വെച്ച 25 ലക്ഷം രൂപയും അങ്ങനെ തീർന്നു പോവുകയാണ് ചെയ്തത്. അവസാനം അവരെ വീട്, അവർക്കുണ്ടായിരുന്ന ആസ്തിയായ വീട് അവർ വിറ്റ് ട്രീറ്റ്മെന്റ് എടുക്കാനും മറ്റുമായിട്ട് ജീവിത ചെലവിനുമായിട്ട് വിറ്റ് കളയേണ്ടി വന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ചുറ്റുപാടും നോക്കിയാൽ പല കുടുംബങ്ങളും ഇങ്ങനെ ആയിപ്പോയത് കാണാൻ കഴിയും. ഞാൻ ഈ അടുത്ത ഒരു എപ്പിസോഡിലും ഇതുപോലെ ഒന്ന് പറഞ്ഞു. ഞാൻ കണ്ട ഒരു വ്യക്തിയുടെ കാര്യം. വലിയ ബിസിനസ്സുകാരനായിരുന്നു, ഒത്തിരി കാറും ബംഗ്ലാവും ഒക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് വന്നതോടുകൂടെ അതെല്ലാം വിറ്റൊഴിഞ്ഞ് ജീവിത ചെലവിനും ട്രീറ്റ്മെന്റിനും ഒക്കെ ആയിട്ട് ഇന്ന് ചെറിയ ഒരു വാടക വീട്ടിൽ കഴിയേണ്ടി വരുന്ന അവസ്ഥ. ഇങ്ങനെ പലർക്കും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഇതൊരു വലിയ മിസ്റ്റേക്കിന്റെ ഭാവിയാണ്, അല്ലെങ്കിൽ ബാക്കിയാണ്. ഈ മിസ്റ്റേക്ക് എന്താണെന്നല്ലേ നമ്മൾ നോക്കേണ്ടത്. ഈ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുമ്പോൾ ഇൻകം സൈഡ് മാത്രം നോക്കാതെ ഒരു മെഡിക്കൽ എമർജൻസിക്ക് വേണ്ട കാര്യങ്ങൾ കൂടെ നമ്മൾ കരുതി വെക്കേണ്ടത് അത്യാവശ്യമാണ്. പല ആളുകളും ഹെൽത്ത് പ്രൊട്ടക്ഷൻ എടുക്കുന്ന കാര്യം പറയുമ്പോൾ, ഇപ്പൊ എനിക്ക് ഹെൽത്തിന് ഇഷ്യൂസ് ഒന്നുമില്ല, എന്തെങ്കിലും കഴിയട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം വരട്ടെ. ഒരാവശ്യം വരുമ്പോൾ കിട്ടുന്നതല്ല ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് എടുത്തു വെക്കേണ്ടതാണ് പ്രൊട്ടക്ഷൻ. 20,000-30,000 ഇയർലി പ്രീമിയം കൊടുത്തുകൊണ്ട് ഒരു ഫാമിലിക്ക് മൊത്തം 10 ലക്ഷത്തിന്റെ എങ്കിലും കവറേജ് എടുക്കാൻ സാധിക്കുന്ന സമയത്താണ് ഇത് വേണ്ട, അല്ലെങ്കിൽ ഇത് പിന്നീടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ജീവനാന്തം സ്വരൂപിച്ചു വെച്ച എമൗണ്ട് അതും 25 ലക്ഷം രൂപ കൊണ്ട് കളഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ചെയ്യുമ്പോൾ അപ്പുറത്ത് നമുക്ക് വലിയ വലിയ നഷ്ടങ്ങൾ, ഒട്ടും തിരിച്ചു പിടിക്കാൻ സാധിക്കാത്ത നഷ്ടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൊട്ടക്ഷൻ ഇല്ലാത്ത ഒരു സേവിങ്സ്, അത് എത്ര കോടികളാണെങ്കിൽ പോലും അത് വെറും ഒരു സങ്കല്പമായിട്ട് മാറാൻ അധിക സമയം വേണ്ട. ഒരു മെഡിക്കൽ എമർജൻസി വന്നാൽ മതി, ഈ പ്രൊട്ടക്ഷൻ ഇല്ലാത്തതെല്ലാം തന്നെ തൂത്തുവാരിക്കൊണ്ടു. ഹെൽത്ത് പ്രൊട്ടക്ഷൻ ആണെങ്കിൽ വളരെ ഭാഗ്യം ചെയ്തവരാണ്. അതല്ല, നിങ്ങൾക്ക് ഇതുവരെ ഹെൽത്ത് പ്രൊട്ടക്ഷൻ നിങ്ങൾ എടുത്തിട്ടില്ല, ഈ പറഞ്ഞ പോലെ പിന്നെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അതിനുള്ളൊരു വാണിംഗ് ആണെന്ന് കരുതി. ഇതൊരു മുന്നറിയിപ്പാണ്. നാളെ ഈ പറഞ്ഞ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ച പോലെ നമുക്കും സംഭവിച്ചേക്കാം. അന്നേരം കിടന്ന് കരഞ്ഞിട്ടോ, അല്ലെങ്കിൽ നമ്മൾക്കുണ്ടായതെല്ലാം നമ്മൾ വിറ്റൊഴിഞ്ഞിട്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് വരാതിരിക്കാൻ ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കുക. ഇന്ന് തന്നെ നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുക. താഴെ കമന്റ് ചെയ്യുക സെക്യൂർ എന്ന്. നിങ്ങൾക്ക് വിശദമായ കാര്യങ്ങൾ അറിയാനും ഒരു പ്രൊട്ടക്ഷൻ എടുക്കാനും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ ഫോളോ ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുവെങ്കിൽ, നല്ല അറിവ് കിട്ടുന്നുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് ടേക്ക് കെയർ.